അടിപൊളി, ഭയങ്കര സെലിബ്രേഷൻ ആണ് അകത്ത്. റീലേക്ക് ഞാൻ ഒന്നും പറയണില്ല, എനിക്ക് വയ്യ. നന്നായിട്ടുണ്ട്, നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ആക്ഷൻ, ഡ്രാമ എല്ലാം ഉണ്ട്. നല്ല സ്റ്റോറി ഉണ്ട്. അടിപൊളി, എന്റർടൈനിങ് ആണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. എല്ലാം അടിപൊളിയാണ്. ഇവരൊക്കെയാണ് ഷൂട്ട് ചെയ്തത്, അസോസിയേറ്റ് ക്യാമറ. അടിപൊളി, സൂപ്പർ പടം. എല്ലാരും കണ്ട് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്. എല്ലാരും തൂക്കി. If you have or haven't heard of Chhatta Bhaja, go watch it now because there's no movie like it. Book your tickets now. Don't miss it. Chhatta Bhaja. നമസ്കാരം, അടിപൊളിയായിരുന്നു. ഞാൻ ഇവര് ഇത്രയും നാള് കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് ശരിക്കും കാണാനുണ്ട്. അത് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് വാസ് അമേസിങ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ. ഈ ഒരു പടത്തിന്റെ പുറകെ കുറേ നാൾ പുള്ളി നടന്നിട്ടുണ്ട് ആൻഡ് അതിന്റെ ഫൈനൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ദി ബിഗ് സ്ക്രീൻ. സോ കുഡോസ് ടു ഹിം. WWE ഫാൻ എന്നുള്ള രീതിയിലും ഫാൻ ബോയ് എന്നുള്ള രീതിയിലും നമ്മളതിന്റെ കുറേ പരിപാടികൾ സിനിമയിൽ കൊണ്ടുവരാൻ നോക്കി. ഭയങ്കര ഹാപ്പിയാണ്. പടം കണ്ടിറങ്ങിയിട്ടും ഭയങ്കര സന്തോഷം. ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ ഭയങ്കര റയറായിട്ട് സിനിമകളിൽ നടക്കണതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുമ്പോഴും അതിനകത്ത് ഭയങ്കര റയറായിട്ട് ഹാപ്പൻ ആവുന്ന ഒരു പരിപാടി. അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം. പരിപാടി കംപ്ലീറ്റ് എന്റർടൈനറാണ്. ഹാപ്പി. മാസ് എൻട്രി ആണ്, നല്ല യങ് ആയിട്ടുണ്ട്. കിഡ്ലം പെർഫോമൻസ് ആണ്, മാസ് എൻട്രി. പടം പറയുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു എൻ്റർടൈനറാണ്. മേക്കിംഗ് ഉഗ്രനാണ്. അമൽ നീരൻ്റെ ഒരു ഡയറക്ഷനും അൻവർ പ്രൊഡ്യൂസർ ഉടമ്പടിയിരിക്കും. ഇപ്പോൾ സാധാരണ സീനിയർ താരങ്ങളാണ് മാസ് ഇങ്ങനത്തെ പടം ചെയ്യുന്നത്. അപ്പോൾ ഈ റോഷനും ആൻഡ് അർജുനെല്ലാം ഇവർക്ക് മാസ് ചെയ്യാൻ വേണ്ടി തെളിയിച്ചു. എല്ലാം കൊണ്ടും ഒരു നിമിഷം പോലും ലാഗ് എനിക്ക് തോന്നിയില്ല. ഒരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ ത്രില്ലുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് മുമ്പ് റോഷൻ വരുന്ന രണ്ട് പേരാണ് ചെയ്തിട്ടുണ്ട്. അടുത്ത സൂപ്പർ സ്റ്റാർ ആകാൻ കഴിവുള്ളവരാണ്. പിന്നെ മമ്മൂക്കയുടെ മാസ് എൻട്രി, പിന്നെ ലാലേട്ടൻ്റെ നവ്യന്തോണി പടം പ്രൊഡ്യൂസ് ചെയ്തതാണ്. എല്ലാം കൊണ്ട് ഹോൾ ഇൻഡസ്ട്രിയുടെ സപ്പോർട്ടുന്നുണ്ട്. വലിയൊരു ഈറ്റായി മാറട്ടെ. ഈ വർഷത്തെ 100 കോടി ഈറ്റാൻ സാധ്യതയുണ്ട്, 100 കോടി പടാൻ സാധ്യതയുണ്ട്. എനിക്ക് ചോട്ടമ്പയേക്കാൾ ഇഷ്ടപ്പെട്ട ഈ ഫിലിമാണ്. ഒരു ടിപ്പിക്കൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഏരിയയിലെ ഫിലിം. എല്ലാം കൊണ്ട് ഞാൻ ആകെ നെഗറ്റീവ് തോന്നി. കഥ കുറച്ച് ക്ലീശേ തോന്നി. മേക്കിംഗ് എല്ലാം ഉയർന്നാണ്. എല്ലാവരും ആരും OTT വരാണ്ട് കാത്തിരിക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ കാണേണ്ട പടമാണ്.